സുഹൃത്തുക്കളെ, നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരത്ത് ഇത്തവണ ബിജെപിയുടെ സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഫേസ്ബുക്കിലാണ്, ട്വിറ്ററിലാണ്, ഇതാണ് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ കണ്ടില്ല പോസ്റ്റ്, അതിന്റെ സ്ക്രീൻഷോട്ടുകളാണ് കണ്ടത്, ഓർക്കുന്നില്ല എന്തായാലും. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ പ്രളയത്തിൽ മരിച്ച ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, അതിൽ നഷ്ടം സംഭവിച്ചവർക്ക് അവരുടെ അനുഭവം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു കണ്ടന്റ്. അപ്പോ ഇത് വലിയ വിഷയമാക്കി സൈബർ കമ്മികൾ. മന്ത്രി ശിവൻകുട്ടി ഇത് ഏറ്റുപിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ പ്രളയമല്ലാതെ മഴക്കെടുതിയാണ്, ഇങ്ങനെ ഈ മഴയുടെ കെടുതിയിലാണ് ആൾക്കാർക്ക് പുഴയിൽ ഒലിച്ചു പോയതും ഒക്കെ പ്രളയം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ട്രോളിക്കൊണ്ട് ശിവൻകുട്ടി ഒരു മറുപടി പോസ്റ്റ് ഇട്ടു. എന്തായിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ ആ പോസ്റ്റ് പിൻവലിച്ചു. എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെക്കുറിച്ച് ഏറ്റവും കൃത്യമായിട്ടുള്ള വിശദീകരണം പറഞ്ഞത് ബിജെപി നേതാവായിട്ടുള്ള പ്രിയ സുഹൃത്ത് സന്ദീപ് വചസ്പതിയാണ്. വചസ്പതി എനിക്കത് അയച്ചു തന്നിരുന്നു വാട്സപ്പിൽ. വചസ്പതി ഇട്ട പോസ്റ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു, ഫേസ്ബുക്കിൽ ഇട്ടത്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു. ഞാൻ കണ്ടു. അതിനകത്ത് അപ്പോഴാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് കേട്ടോ. വചസ്പതിയുടെ പോസ്റ്റ് എനിക്ക് വാട്സപ്പ് മെസ്സേജ് വന്നപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇട്ടതുപോലെ ഞാൻ അറിഞ്ഞില്ല. പിന്നീട് ഓൺലൈനിൽ എടുത്ത് നോക്കുമ്പോഴാണ് മാതൃഭൂമിയിലും മനോരമയിലൊക്കെ ഇത് വാർത്തയുണ്ട്. അപ്പോൾ വചസ്പതി പറഞ്ഞത് ഇങ്ങനെയാണ്. വചസ്പതി പറഞ്ഞത്, കുറെ കാലമായിട്ട് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള കേരളത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. മലയാളിയാണെങ്കിലും അദ്ദേഹം കേരളത്തിന് പുറത്താണ് അദ്ദേഹത്തിന്റെ കേന്ദ്രം, കർണാടകയാണ് അദ്ദേഹത്തിന്റെ ഏർപ്പാടുകളൊക്കെ നടക്കുന്നത്. പിന്നെ ദില്ലി കേന്ദ്രീകരിച്ച് കേന്ദ്രമന്ത്രിയായി അങ്ങനെ പ്രവർത്തിക്കുന്നു. കേരളത്തിന് സമീപകാലത്തായിട്ടാണ്, ഏതാനും മാസങ്ങളായിട്ടുള്ള ഇങ്ങനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്. അപ്പം ലോകത്തെല്ലായിടത്തും ഈ പ്രളയം, മഴ പെയ്യുമ്പോൾ പ്രളയം ഉണ്ടാവുമ്പോൾ ആളുകൾ അപകടത്തിൽപ്പെടും. മഴ പെയ്യുമ്പോഴാണ് പ്രളയം ഉണ്ടാവാറുള്ളത്. പ്രത്യേകിച്ചും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുക, കൂടുതൽ മില്ലിമീറ്റർ മഴ പെയ്യുക, മേഘസ്ഫോടനം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. മേഘസ്ഫോടനത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കാലാവസ്ഥാ വകുപ്പ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ രീതിയിൽ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് വലിയ രീതിയിലുള്ള അളവിലുള്ള മഴ പെയ്യുകയും അത് ഭൂമിക്ക് അബ്സർവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അതൊന്നായിട്ട് കുത്തിയൊലിച്ചു വരികയും അങ്ങനെ മലവെള്ളപ്പാച്ചിലിനുള്ള സാധ്യതയുണ്ടെന്നും കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെ സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്, കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വചസ്പതിയിൽ പറഞ്ഞ രസകരമായിട്ടുള്ള കാര്യമായിട്ട് വചസ്പതി പറഞ്ഞ് ലോകത്തെല്ലായിടത്തും മഴ പെയ്യുമ്പോഴാണ് പ്രളയം ഉണ്ടാവുക, പക്ഷേ കേരളത്തിൽ ഡാം തുറന്നു വിടുമ്പോഴാണ് പ്രളയം ഉണ്ടാവുന്നത് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന് അറിയില്ല. കാരണം അദ്ദേഹം കുറെ കാലം കേരളത്തിൽ കേന്ദ്രീകരിച്ചല്ല നിന്നിരുന്നത്. അത് ഭയങ്കര കൗതുകമായിട്ട് എനിക്ക് തോന്നി. കാരണം 2018 ഇവന്മാര് ഡാം അവസാന നിമിഷം വരെ തുറക്കൂല എന്ന് പറഞ്ഞിട്ട് മണിയാശാനും കിടിയാശാനും എല്ലാവരും കൂടി അങ്ങനെ വാശി പിടിച്ചിരുന്ന് അവസാനം ഒറ്റയടിക്ക് എല്ലാം കൂടി തുറന്നപ്പോഴാണ് ഈ തെക്കൻ ജില്ലകളിലെല്ലാം പ്രളയം ഉണ്ടായത്. 2019 സമാനമായ ഒരു സാഹചര്യം ആയിരുന്നില്ല നിലമ്പൂർ മേഖലയിലൊക്കെ ഉണ്ടായത്. പ്രത്യേകിച്ചും നീലഗിരിയിലും വയനാട്ടിലും ഒക്കെയുള്ള മഴ പെയ്യുമ്പോൾ ഊട്ടി തൊട്ട് പെയ്യുന്ന മഴവെള്ളം മുഴുവൻ ഇങ്ങോട്ടാണ് ഒലിച്ചു വന്നത്. വയനാട്ടിലെയും പ്രദേശങ്ങളിൽ കാട്ടിലൊക്കെയുള്ള വെള്ളം നഞ്ചക്കോട് തൊട്ടുള്ള മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ അത് ചാലിയാറിന്റെ ഉത്ഭവ പ്രദേശത്ത് നിന്ന് വന്നിട്ട് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാവുന്നു, കവളപ്പാറയിൽ മണ്ണിടിച്ചിട്ടുണ്ടാവുന്നു ഒക്കെ ഉണ്ടാവുന്നു. അത് ഒരിക്കലും സർക്കാരിന്റെ ആരുടെയും മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നൊരു കാര്യമായിരുന്നില്ല. കൈപ്പിനി പാലം ഒലിച്ചു പോകുന്നു ഒക്കെ ഉണ്ടാവുന്നു, പാതാറിൽ ഉരുൾപൊട്ടലുണ്ടാവുന്നൊക്കെ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെ ട്രോളാൻ ശിവൻകുട്ടിക്ക് എന്ത് അവകാശം ഉണ്ടെന്നുള്ളത് ആലോചിക്കേണ്ടത്. ശിവൻകുട്ടിയുടെ അത്രയും ട്രോളിന് വിധേയനായിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടോ? ഇതിനകത്ത് എന്താ പ്രശ്നം? സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള എററാ. മഴക്കെടുതി എന്നതിന് പകരം പ്രളയം എന്ന് പറഞ്ഞു. സത്യത്തിൽ പ്രളയമാണ്. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടാ. ആ പ്രളയത്തിന്റെ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ പ്രളയം തന്നെയല്ലേ. വെള്ളം പൊങ്ങാണ്, വീടുകളിലേക്ക് വെള്ളം കയറുന്നു, റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ വെള്ളത്തിൽ മറിഞ്ഞു പോകുന്നത് കണ്ടു. ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റില്ല, വഴിയാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റില്ല, ടൂ വീലർക്കാർക്ക് പോകാൻ പറ്റില്ല, കാറിൽ പോകുന്നവർ എങ്ങനെയും പോവാം. മുട്ടറ്റ വെള്ള അതുണ്ടാക്കിയത് എങ്ങനെയാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാ ഭരിക്കുന്നത്? ഓടകൾ ക്ലീൻ ചെയ്തിട്ടില്ല യഥാസമയത്ത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളില്ല. അവിടെ ഇവിടെയെല്ലാം കുടിച്ചിട്ടിരിക്കുക തോന്നണ പോലെ. ഇന്ന് എറണാകുളത്ത് കൊച്ചിയിൽ ഞാൻ പൈപ്പ് ലൈൻ റോഡിൽ കൂടി പാടിവട്ടം വരെ പോയി. ഞാൻ ടൂ വീലറിലാണ് പോയത്. എത്ര റിസ്കി ആയിരുന്നു അറിയാം. ചില സ്ഥലത്ത് നമ്മൾ വണ്ടി ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം സൈലൻസറിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് എക്സോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം സംഭവം. സൈലൻസർ വെള്ളം കയറിയ പിന്നെ വണ്ടി നിൽക്കും. മൂട്ടറ്റം വെള്ളത്തിലാണ് പോണേ. അങ്ങനെ പോകുന്നത്. അപ്പൊ ഇത് കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്ന ആരാ? CPM-ന്റെ മേയർ അനിൽകുമാറാണ്. അപ്പുറത്ത് നമ്മളെ ആസനത്തിലെ മഞ്ഞ മാറാത്ത ഒരു സാധനം, വിവരമില്ലാത്തത് തിരുവനന്തപുരത്ത്. എന്നിട്ട് ഇവര് എന്തിനാ പറയണേ? ഇത് ഈ കൊച്ചുപിള്ളേരെ കൊണ്ടൊന്നും പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണേ. പക്വതയുള്ള പ്രായത്തിനനുസരിച്ചല്ല, പക്വത വേണം. ചിലർക്ക് 50 വയസ്സായാലും പക്വതയാവില്ല, ചിലർക്ക് 15 വയസ്സിലെ പ്രായത്തേക്കാൾ കൂടിയ പക്വത ഉണ്ടാവും. ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുക, തനി അഹങ്കാരമുള്ള സാധനത്തിനൊക്കെ ഒരു ഇതും ഇല്ലാത്ത രീതിയിലുള്ള നടു റോഡിൽ കാറ് വിലങ്ങിടുക, സീബ്ര ലൈനിൽ വിലങ്ങിടുക. നാട്ടുകാർക്ക് ക്രോസ് ചെയ്യേണ്ട വഴിയാണേ.
എന്നിട്ട് ഇനി പോട്ടെ ശിവൻകുട്ടിയിലേക്ക് വരാം. ശിവൻകുട്ടിയിലേക്ക് വരുമ്പോൾ ശിവൻകുട്ടിയുടെ പാർട്ടി പണ്ട് അവരുടെ പാർട്ടി മുഖപത്രം ദേശാഭിമാനിൽ ഹോട്ട് ഡോഗ് കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ പട്ടിയെ തിന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാരുള്ളതാ ദേശാഭിമാനി പത്രം. അതാരും അതിന് വായനക്കാരില്ല, വരിക്കാർ മാത്രമേ ഉള്ളൂ. കാരണം നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ആൾക്കാരെ കൊണ്ട് പിന്നെ വരിക്കാരൊക്കെ ചേർക്കും. ഇത് വായിക്കില്ല. ഏത് വീട്ടിൽ പോയാലും ദേശാഭിമാനി വരുത്തുന്ന വീട്ടിൽ വേറെ പത്രം കൂടി ഉണ്ടാവും. കാരണം വാർത്തകൾ അറിയാൻ വേറെ പത്രം വേണം. ദേശാഭിമാനി തുറന്നു നോക്കില്ല, അവിടെ ഇരിക്കും. അതാണ് സ്ഥിതി. അതുപോട്ടെ, ദേശാഭിമാനിക്കകത്തൊക്കെ ഹോട്ടലൊക്കെ അവിടെ വിട്ടുകളയാം. അതേപോലെ തന്നെ ഇവര് ഇപ്പോ പിന്നെ ഇ പി ജയരാജൻ പറഞ്ഞതുപോലും എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് പോലും അത്ര വലിയ കുഴപ്പമില്ല. ഇ പി ജയരാജൻ എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ ട്രോളാൻ പോയില്ല. കാരണം ഇ പി ജയരാജന് പണ്ട് പിന്നെ ബോക്സർ മുഹമ്മദ് മരിച്ചപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പാതിരാത്രി അദ്ദേഹത്തിന് സുഖമില്ലാത്ത ആളാണ്. കിടന്നുറങ്ങുന്ന നേരത്ത് മാധ്യമ പ്രവർത്തകർ വിളിച്ച് ചോദിച്ചപ്പോൾ മുഹമ്മദ് നല്ല പിന്നെ ഫുട്ബോൾ കളിക്കാരനായിരുന്നു, എന്റെ സുഹൃത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പോയ അബദ്ധങ്ങൾ പറ്റി. അത് ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയതാ. ഇ പി ജയരാജൻ എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ ട്രോളാൻ വന്നില്ല. ട്രോളിയ ഇ പി ജയരാജനെ നമ്മളും ട്രോളോ, വേറെ കാര്യം. പറയാനൊരു യോഗ്യത വേണം, അങ്ങനെ ആലോചിക്കണ്ടേ. പിന്നെ അദ്ദേഹം പിന്നെ മെസ്സിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മേഴ്സി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന സാധനം സംസ്ഥാന കമ്മിറ്റിയിലേ ഉള്ളൂ. അദ്ദേഹത്തെക്കാൾ വലിയ നേതാവാണ്, LDF കൺവീനറാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുൻ മന്ത്രിയാണ് ഇ പി ജയരാജൻ. എന്നിട്ട് പോട്ടെ, ഇവരെല്ലാം വിടാം. ശിവൻകുട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ശിവൻകുട്ടി എങ്ങനെയാ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് നമുക്കറിയില്ലേ. 2011 ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ സമയത്ത് അദ്ദേഹം അടിവസ്ത്രം കാണുന്ന പോലെ മുണ്ടും മടക്കി കുത്തിയിട്ട് മേശയുടെ മേളിൽ കൂടി കയറിയിട്ട് അഭ്യാസം കാണിക്കുക, ലാപ്ടോപ്പ് എടുത്ത് വലിച്ചെറിയുക. അങ്ങനെ വിദ്യാഭ്യാസ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവ് കണ്ടിട്ട് പിണറായി വിജയൻ പറഞ്ഞ പിന്നെ അവൻ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം അതിന് മുമ്പ് പിന്നെ നിയമത്തെ മത്സരിച്ച് വിജയിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു പിന്നെ കൺവെൻഷൻ സെന്ററിൽ ഹോട്ടലിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവരെന്തോ പ്രോഗ്രാം നടക്കിയിരുന്നു. അപ്പൊ ജനറേറ്റർ ഓഫ് ആയപ്പോൾ പോയിട്ട് അതിന്റെ പിന്നെ ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവിടെ പോയിട്ട് ചോദിക്കുകയാണ്, ജനറേറ്റർ എന്താണ് ഓഫാക്കി? മറ്റേ ആൾക്ക് മലയാളം അറിയില്ല. ഒന്നിനും ഹിന്ദി ചോദിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിക്കണം. പിന്നെ ജനറേറ്റർ ഓഫാക്കിയേ, എന്തിനാ ഓഫാക്കി എന്ന് പറഞ്ഞ് തിണ്ണമെടുക്കാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച് നോക്കും, ഈ പി ഗോവിന്ദപിള്ളയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധം. PK വാസുദേവൻ നായരുടെ പിന്നെ സഹോദരിയാണ് പി ഗോവിന്ദപിള്ള കല്യാണം കഴിച്ചത്, മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ. പി ഗോവിന്ദപിള്ള CPM-ന്റെ സമ്മർദ്ദനായ നേതാവായിരുന്നു, ചിന്തകനാണ്, പ്രഭാഷകനാണ്, ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തെ അവസാനം പിന്നെ പാർട്ടി നിർത്തിട്ട് ഇവര് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടെടുത്ത് പിന്നെ കളിച്ച് പുറത്തു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ചിന്തകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന മൂളയുള്ള ഒരുത്തിന് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ജോണി ലൂക്കോസിന് കൊടുത്ത ഭാഷാ പോസ്റ്റിക്ക് കൊടുത്ത ഇന്റർവ്യൂവിന്റെ പേരിൽ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. അടുത്ത ദിവസം ഞാനത് സ്റ്റോറി ആയിട്ട് വരുന്നുണ്ട്. ഈ പി ഗോവിന്ദപിള്ളയുടെ മോളെയാണ് ശിവൻകുട്ടി കല്യാണം കഴിച്ചിട്ടുള്ളത്. സത്യത്തിൽ ആലോചിച്ചു എം ജി രാധാകൃഷ്ണന്റെ പെങ്ങളെ. പക്ഷെ എന്തായാലും ശിവൻകുട്ടിക്ക് 5 വയസ്സിൽ ബുദ്ധിയില്ലാത്ത ശിവൻകുട്ടി എന്നിട്ട് അവിടെ നിന്ന് പറയാണ് ഇയാളോട് ഇംഗ്ലീഷിൽ ചോദിക്കാൻ അറിയില്ല. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയോ, ഇംഗ്ലീഷിലൊന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നത്, ഇത് സാധാരണക്കാരനായ ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇംഗ്ലീഷ് അറിയണം നിർബന്ധമൊന്നുമില്ല. നമ്മളൊക്കെ പിന്നെ കുടുംബത്തിൽ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, ഇല്ലേ? അതുണ്ട്. ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞാലും ഇംഗ്ലീഷ് അറിഞ്ഞോളണമെന്നില്ല, സംസാരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. പക്ഷെ ഇയാൾ ഡിഗ്രി മാത്രമല്ല, LLB കഴിഞ്ഞാണ്. പിന്നെ ചോദിക്കാൻ വലിയ കടുകെട്ട് ഇംഗ്ലീഷിൽ ശശി തരൂർ സംസാരിക്കുന്ന കാര്യമൊന്നും വേണ്ട. ജനറേറ്റർ എന്താ ഓഫാക്കി എന്നുള്ളത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ അറിയാത്ത ഒരുത്തൻ എങ്ങനെ LLB പാസ്സായി? ഇപ്പോഴത്തെ SFIക്കാരെ പോലെ പണ്ടത്തെ SFIക്കാർക്കും കോപ്പിയടി ഉണ്ടായിരുന്നു എന്നല്ലേ ഇതിനർത്ഥം? ഇയാൾ എങ്ങനെ LLB പാസ്സായി? കാരണം LLBയുടെ ഞാനും LLB പിന്നെ 2 സെമസ്റ്റർ ചെയ്തിട്ടാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. 2015 ഗൾഫിൽ ഇരുന്നിട്ട് ചെയ്തതാണ്. തിരുവനന്തപുരത്ത് പാറശാലയിലുള്ള ചെറുവാരക്കോണത്തുള്ള CSI കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 2 സെമസ്റ്റർ ചെയ്തതാണ്. ഒറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടായിരുന്നു. 3ാമത്തെ സെമസ്റ്ററിന് ഈ ലോ അക്കാദമിയിലൊക്കെ പ്രശ്നം വന്നപ്പോൾ അവർക്ക് ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റാതെ വന്നു. പിന്നെ ഞാനും പിന്നെ വിട്ടുപോയി. ഞാൻ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. എന്റെ കുറെ പൈസ പോയി. ഗൾഫിൽ നിന്ന് ഈ സെമസ്റ്ററിന്റെ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എക്സാം എഴുതാൻ വേണ്ടി മാത്രം വരും. 1-2 എക്സാം എഴുതും, എന്നിട്ട് തിരിച്ചു പോകും. തിരുവനന്തപുരത്ത് വരും, നാട്ടിൽ പോലും വരില്ല. തിരുവനന്തപുരത്ത് വന്നിട്ട് 2 ദിവസം നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോയ സംഭവങ്ങൾ വരെയുണ്ട്. അങ്ങനെയാണ് 2 ദിവസം മുമ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. പേപ്പറൊന്നും പാസ്സായിട്ടില്ലായിരുന്നു. അവസാനത്തെ ഒരു വർഷം, ഈ 2 വർഷം കഴിയുമ്പോൾ 3ാമത്തെ വർഷം 5ാമത്തെ 6ാമത്തെ സെമ്മിൽ നാട്ടിൽ വന്ന് നിൽക്കാം, ക്ലാസ്സിന് കൃത്യമായിട്ട് പോവാം. അവിടെ തിരുവനന്തപുരത്ത് മാഞ്ഞാലിക്കുളത്തൊരു പിന്നെ സന്തോഷം എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നല്ല ട്രെയിനിങ് ആണ്. അപ്പോൾ അവിടെ പിന്നെ എന്റെ കുറെ സുഹൃത്തുക്കൾ, പിന്നെ എന്റെ സുഹൃത്തിന്റെ ഭാര്യ ഒക്കെ അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ എടക്കര CPM-ന്റെ ലോക്കൽ സെക്രട്ടറി, അവിടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഗിരീഷിന്റെ ഭാര്യ ആൽമേരി കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ അവിടെ പിന്നെ കോച്ചിങ്ങിന് പോയിട്ടാണ് ജുഡീഷ്യൽ സർവീസിൽ കയറി. അവരൊക്കെ ജഡ്ജിമാരായി. അതുപോലെ അമൃത എന്ന് പറയുന്ന എന്റെ വേറെ സുഹൃത്ത്, അവളും ഇപ്പം ജഡ്ജാണ്. അപ്പൊ അവരൊക്കെ, അമൃതയാണ് എന്നെ പിന്നെ LLBക്ക് അവിടെ എനിക്ക് സീറ്റ് റെഡിയാക്കി തരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അമൃത പിന്നെ അത്രയും നന്നായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അമൃത ഇപ്പൊ ജഡ്ജാണ്. ഇപ്പൊ കോൺടാക്ട് ഒന്നുമില്ല കുറെ കാലമായിട്ട്. അമൃത ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നില്ല. അമൃതയുടെ അനിയൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പൊ എന്തായിരുന്നാലോ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ശിവൻകുട്ടി LLB ചെയ്ത ശിവൻകുട്ടിക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് അറിയാതിരിക്കുന്നത്? അപ്പൊ കോപ്പി അടിച്ച് പാസ്സായി തന്നെ ഞാൻ സംശയിക്കുന്നത്. LLBയുടെ സിലബസ് മുഴുവൻ, അതിന്റെ പിന്നെ പരീക്ഷ മുഴുവൻ, അതിന്റെ ടെസ്റ്റുകൾ മുഴുവൻ ഇംഗ്ലീഷിലാണ്.
കേരളത്തിലെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സംഭവം ശരിയാണ്, മലയാളം ഉപയോഗിക്കുക. അതന്നെ ഹൈക്കോടതിയിലൊക്കെ ഇംഗ്ലീഷിലാണ് ഇതിന്റെ ട്രയൽ വരുമ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും ഇവരെ വാദങ്ങൾ നടക്കുന്നതൊക്കെ തന്നെ. കാരണം ജഡ്ജിമാർ ഉത്തരേന്ത്യക്കാരായിരിക്കും. അങ്ങനെ നമ്മളെ കീഴ്ക്കോടതികളിലെല്ലാം മലയാളത്തിൽ നടക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവർ പരീക്ഷ എഴുതേണ്ടതും പാസ്സാവേണ്ടതും ഇവരെ എന്താണ് മൂഡ് കോർട്ട് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടക്കുന്നതും എല്ലാം ഇംഗ്ലീഷിലാണ്. ആ ഇംഗ്ലീഷ് അറിയാത്തവൻ എന്തിനാ ജനറേറ്റർ എന്തിനാ ഓഫാക്കിയത് ഇംഗ്ലീഷ് ചോദിക്കാൻ അറിയാത്തവൻ എങ്ങനെ LLB പാസ്സായി? ഇംഗ്ലീഷ് അറിയുന്നത് വലിയ മിടുക്കാണെന്നും ഇംഗ്ലീഷ് അറിയാത്ത മോശമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള BS അച്യുതാനന്ദൻ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യും. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള K കരുണാകരൻ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുമായിരുന്നു. അതൊക്കെ അവരാർജിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഇയാളൊക്കെ ഈ ശിവൻകുട്ടിയൊക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ വകുപ്പിലുള്ള IAS ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബാക്കിയുള്ളവരായിട്ടൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹം ആശയവിനിമയം നടത്തുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഇംഗ്ലീഷ് അറിയുന്ന PA വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് തരാൻ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലാവുന്ന മാതിരി പൊട്ടം കളിച്ചിരുന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അബദ്ധം കാണിക്കുന്നത്. പിന്നെ പോട്ടെ, കണക്കിലെ കാര്യം, ഇംഗ്ലീഷ് പോട്ടെ, ഇനി കണക്കിന്റെ കാര്യം. 2 വർഷം മുമ്പാണ് ഇയാൾ +2 റിസൾട്ടിന്റെ വിവരങ്ങൾ പറയുക പത്രസമ്മേളനത്തിലാണ്. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു പുതിയ +2 റിസൾട്ടിന്റെ അല്ല, കേരളത്തിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം പറഞ്ഞപ്പോൾ ഇയാൾക്ക് തെറ്റിപ്പോയി. ഇയാൾ പറഞ്ഞു 35 സംസ്ഥാനങ്ങളാണ് കേരളത്തിലുള്ളത്. പിന്നെ അടുത്തിരിക്കുന്നുള്ളൂ അല്ലേ 35 എണ്ണം അല്ലേ ഉള്ളേ? അത് കഴിഞ്ഞിട്ട് അല്ല 23 ആണെന്ന് പറഞ്ഞു. 35 അല്ല 23 അല്ല 28 അല്ല. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്നുള്ളത്, ഇന്ത്യയിൽ 35 സംസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങുന്നു. അത് കഴിഞ്ഞ് പിന്നെ 23 ആക്കുന്നു. 28 എന്നുള്ള സംഖ്യയിലേക്ക് അയാൾ എത്താൻ പിന്നെ അടുത്തിരിക്കുന്നവർ തിരുത്തേണ്ടി വന്നു. അപ്പൊ ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്ന് അറിയാത്തത് ആർക്കാണെന്ന് ആലോചിക്കണം. ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, ഒരു മന്ത്രി, പ്രാഥമിക വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക്, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാലോ ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്നുള്ളത്. ഇയാൾക്ക് എന്താ അറിയാത്ത? അപ്പൊ ഇയാൾക്ക് എന്ത് രാഷ്ട്രീയ ബോധമുള്ളേ? ഇയാൾക്ക് ഇന്ത്യയെ കുറിച്ച് എന്തറിയാം? ഇയാൾക്ക് കേരളത്തെ കുറിച്ച് എന്തറിയാം? കേരളത്തിൽ ജില്ല ഉണ്ടെന്ന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും. മന്ത്രിയാണത്രേ. ഇയാൾ രാജീവ് ചന്ദ്രശേഖരനെ കുറ്റം പറയാൻ നിൽക്കുക. അതേപോലെ തന്നെ ഇയാൾ പ്രത്യേക സംഖ്യ കണ്ടുപിടിച്ചു. അത് ഈ സംസ്ഥാനങ്ങളുടെ എണ്ണം തെറ്റിയപ്പോൾ ഇയാൾ പറഞ്ഞെന്തറിയോ? നാക്കുപിഴ എല്ലാവർക്കും പറ്റും, അത് മനുഷ്യ സഹജമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് ഇയാൾക്ക് പറ്റിയ അത്രയും വലിയ തെറ്റൊന്നും പറ്റിയിട്ടില്ലല്ലോ. വാക്കിൽ ടെക്നിക്കൽ എറർ ഉണ്ടായി. പ്രളയവും മഴക്കെടുതി എന്നുള്ള വാക്ക് മാത്രം മാറിപ്പോയി. അതിന് അയാളെ ആക്ഷേപിക്കുന്ന ഇയാൾ പറയാണ് ഇയാൾക്ക് അതിനേക്കാളും വലിയ അബദ്ധം പറ്റിയിട്ട് ഇയാൾ പറയാണ് നാക്കുപിഴ എല്ലാ മനുഷ്യനും പറ്റും, ഭയങ്കര ദയനീയാവസ്ഥയിൽ പാവത്താനെ പോലെ. നാക്കൂടെ എല്ലാ മനുഷ്യനും പറ്റും, അത് മനുഷ്യ സഹജമാണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് 2 വർഷത്തിന് ശേഷം ഇപ്പൊ മറ്റേ ആളുടെ പേരെ കുതിര കയറാൻ പോകുന്നത്. ഇവിടെ ആൾക്കാർ മരിച്ചില്ല എന്നുള്ളതാ വിഷയം. ഇവിടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടുണ്ടോ എന്നുള്ളതാ വിഷയം. അത് ഇവന്റെ പാർട്ടിക്കാർ ഉണ്ടാക്കിയതാണെന്നുള്ള ബോധമാണ് അവൻ ആദ്യം വേണ്ടത്. അവനെന്നൊക്കെ പറയേണ്ടി വരുന്നത് ഗതികേടുകൊണ്ടാണ്, ബഹുമാനം കൊടുക്കണം തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് 1 വർഷം മുമ്പാണ് പത്രസമ്മേളനത്തില് +2 റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പൊ വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത്. 9353 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കണം. ശിവൻകുട്ടിയുടെ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് വല്ല അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ കിട്ടും ഈ വീഡിയോ. 9353 പുതിയ സംഖ്യ, അത് ആവർത്തിച്ച് പറയുക. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത്, 9353. 9353 എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 9353 എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ എന്റെ അനിയത്തിയെ ഞങ്ങൾ തമ്മിൽ 2 ക്ലാസ് വ്യത്യാസം, ഞങ്ങൾ തമ്മിൽ 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇവളെ ഞാൻ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവളെ അന്ന് അംഗനവാടി സൗകര്യങ്ങൾക്ക് നഴ്സറി സ്കൂൾ സൗകര്യമൊന്നുമില്ല. അപ്പൊ ഇവളെ എണ്ണാൻ പഠിപ്പിക്കാൻ, കാരണം ഞാൻ 1ാം ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പ് എനിക്ക് ഈ നഴ്സറി സ്കൂൾ സൗകര്യമൊന്നുമില്ലായിരുന്നു. അപ്പൊ അപ്പയും അമ്മയും അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ചു, വീട്ടിൽ നിന്ന് 100 വരെ എണ്ണാൻ പഠിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് 1ാം ക്ലാസ്സിൽ ചേരാൻ പോണേ. കാരണം നഴ്സറി സ്കൂളില്ല, അങ്ങനെയുള്ള സൗകര്യം ഇല്ല അന്ന് ഞങ്ങളുടെ നാട്ടിൽ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോകാനുള്ള ആക്സസ് ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് അത്രയും ദൂരമാണോ. അങ്ങനെ വന്നപ്പോൾ എന്നെ അങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടുത്ത വർഷം ഇവളെ ഞാൻ 3ലേക്ക് എത്തും, ഇവളെ 1ൽ ചേർക്കേണ്ടതാണ്. അപ്പൊ ഇവളെ പഠിപ്പിക്കുന്ന പണി എന്നെ ഏൽപ്പിച്ചു അപ്പയും അമ്മയും. അപ്പൊ ഇവളെടുത്ത് എങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാലും 17, 18, 19, 20 എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉണ്ടു. 28, 29, 20, എന്നാ പറയാ. അവർക്ക് അങ്ങനെ കിട്ടുള്ളൂ. 37, 38, 39, 10. കാരണം ഈ 10, 9, 10 എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ 8, 9, 7, 8, 9, 10. ആ 10 മറ്റുള്ളിടത്തെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. എത്ര പറഞ്ഞാലും ഇവിടെ തെറ്റിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വഴക്കൂടുമായിരുന്നു. അങ്ങനെ എന്നോട് പിന്നെ അവസാനം പപ്പ പഠിപ്പിക്കാൻ അവർ പഠിപ്പിച്ചോളാം എന്നാണ്. അങ്ങനെ എന്ന് മടിയാ അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞ പോലെയാണ് ഇയാൾക്ക് കണക്ക് തെറ്റിയത്. അത് 4 വയസ്സുള്ള എന്റെ അനിയത്തിക്ക് പറ്റിയിട്ടുള്ള തെറ്റാ ഞാൻ പറഞ്ഞേ. ഇത് 10-60 വയസ്സുള്ളൊരു പോത്തോളം പോകുന്ന മനുഷ്യന് LLB കഴിഞ്ഞ ആള് എങ്ങനെയാ പാസ്സായെന്ന് അറിയില്ല.
9353 9353 അതിന് പറഞ്ഞതാ. വേറെ ഇയാൾ പിന്നെ വിഴിഞ്ഞത്ത് പോയപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യമുണ്ട്. വിഴിഞ്ഞത്ത് പിന്നെ പ്രായമായ സ്ത്രീകൾ സമരമുഖത്ത് നിൽക്കുക, അവരുടെ ജീവൻ മരണ പോരാട്ടത്തിൽ നിൽക്കുക. ആ പ്രായമായ സ്ത്രീകളെടുത്ത് ഇയാളും മറ്റേ ജട്ടിക്കള്ളൻ വക്കീല് ആന്റണി രാജുവും കൂടി ചെന്നു. അന്ന് ആന്റണി രാജു മന്ത്രിയാണ്. രണ്ടും കൂടി ചെന്നിട്ട് തോളെടുത്ത് രണ്ടുപേരും അങ്ങോട്ട് ഇട്ട് തോളി പിടിച്ചിരിക്കുക. കാരണം എന്താ വെച്ചാൽ എപ്പോഴും അടിയിട്ടുക എന്നുള്ളത് അറിയില്ല. അപ്പൊ പിന്നെ ഒരുമിച്ച് പിടിച്ചിരിക്കാന്ന് എഴുതിയിട്ട് ഈ പ്രായമായ സ്ത്രീകൾ അവരോട് കാര്യങ്ങളും പരിദേവനങ്ങളും പറഞ്ഞപ്പോൾ വലിയ ഷോ കാണിക്കണ്ട. ഇയാളെ ഷോ കാണിക്കാൻ പോയത് നിയമസഭയിൽ ഇരുന്നിട്ടില്ല. പിന്നെ കസേര തള്ളി മറിക്കുന്നു, മേശ മണിക്കറി നിൽക്കുന്നു, മുണ്ടുപോക്കി കാണിക്കുന്നു. ഇതായിരുന്നു പരിപാടി. അപ്പൊ എന്തായിരുന്നാലും ശിവൻകുട്ടിക്ക് രാജീവ് ചന്ദ്രശേഖരനെ കുറ്റം പറയാൻ യോഗ്യതയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയിട്ട് സാങ്കേതികമായ പിഴവ് മാത്രമാണ് അതിൽ പ്രയോഗത്തിനകത്ത്. അതുപോലും പിഴവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രളയ സമാനമായ അവസ്ഥ ഒരു വേനൽ മഴ പെയ്തപ്പോൾ കേരളത്തിലെ നഗരങ്ങൾക്കകത്ത് ഉണ്ടായെങ്കിൽ, കൊച്ചിയും തിരുവനന്തപുരം പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾക്കകത്ത് ഉണ്ടായെങ്കിൽ, ഒന്ന് ക്യാപിറ്റൽ സിറ്റിയാണ് തിരുവനന്തപുരം. മറ്റൊന്ന് ഇവിടുത്തെ ഏറ്റവും നമ്പർ 1 സിറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്ന് കൊച്ചിയാണ്. ചെന്നൈ, കൽക്കട്ട, മുംബൈ, പിന്നെ ബാംഗ്ലൂര്, ദില്ലി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഗണത്തിൽപ്പെടുന്ന 2ാം നിരയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ്, പിന്നെ മെട്രോ നഗരമാണ് കൊച്ചി. അവിടെ വെള്ളക്കെട്ടുണ്ടാകുക. ഇന്ന് എന്റെ അനുഭവം ഞാൻ പറഞ്ഞത്. പൈപ്പ് ലൈൻ റോഡിലൊക്കെ ഉള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് പോയില്ല, കനത്ത മഴ കാരണം. പിന്നെ വണ്ടി 2 വീലർ ആയതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ്. വണ്ടികൾ അങ്ങനെ സ്ലിപ്പ് ആവുന്നതൊക്കെ ഉണ്ട്. അപ്പൊ എവിടേക്ക് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമോ? എന്നിട്ട് വെറുതെ വായി തോന്നി വർത്താനം പറയണത്. അതല്ല, ഇയാളൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ ട്രോളാൻ എന്ത് യോഗ്യതയുണ്ട്? ഇയാളുടെ കയ്യിലുള്ള കുഴപ്പങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു. ഒന്ന്, ഇംഗ്ലീഷ് അറിയില്ല LLB കഴിഞ്ഞോനെ, കണക്കറിയില്ല LLB കഴിഞ്ഞോനെ. പിന്നെ പാവങ്ങളെ നെഞ്ചത്ത് കയറുക, ഷോ കാണിക്കരുതെന്ന് പറഞ്ഞു. അതും പ്രായമായ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെടുത്ത്. ഈ നാളെ കെട്ടവനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നേരം കളയുന്നില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്.